വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പ്രീമിയം ബ്രാൻഡ് കാറ്റഗറിയിലെ നമുക്ക് ചിമ്മിനി ഹോബുകൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. മറ്റേതുമല്ല, നമ്മുടെ ബോഷിന്റെ ചിമ്മിനി ഹോബുകളാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോഷിന്റെ ചിമ്മിനി ഹോബുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോ മറ്റു ബ്രാൻഡുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ബോഷ് നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവണമെന്നാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ മനസ്സിലാക്കി തരാൻ പോകുന്നത്. ബോഷ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ പല സ്പെയർ പാർട്സുകളും ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ മേക്ക് ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് എക്സ്പെൻസ് എന്ന് പറയുന്നത് മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ നമുക്ക് അതിൽ മിഡിൽ റേഞ്ച് വരുന്ന മോഡൽസും അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബോഷിനെ പറ്റി നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം, ബോഷ് ഒരു വാഷിംഗ് മെഷീനിലൊക്കെ ഏറ്റവും ഹൈ കാറ്റഗറി നല്ല ബിൽഡ് ക്വാളിറ്റി കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവരെ ചിമ്മിനി ഹോബ് സെഗ്മെന്റുകളും വരുന്നത്. അത്രയും പ്രീമിയം ആയിട്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഷിന്റെ നമ്മളൊരു ചിമ്മിനി ഹോബ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, ബോഷിന് നമുക്ക് ചിമ്മിനികൾ പരിചയപ്പെടാം. രണ്ട് രീതിയിലുള്ള മോഡൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ഉള്ളത്. അതൊന്ന് കെർവ് ആയിട്ട് വരുന്ന മോഡലും രണ്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന മോഡലും. അപ്പൊ ഇതിന്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു മോട്ടറിലാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. കാരണം നോർമൽ നമുക്ക് ചിമ്മിനീസുകളൊക്കെ ഒരു 240 വാട്ട്സ് ഒക്കെ ആയിരിക്കും അതിന്റെ പവർ വരാം. ഈ ഒരു ചിമ്മിനിയിൽ ഇത് ഇൻവെർട്ടർ മോട്ടറാണ്. അതായത് ഏകദേശം ഒരു 150 വാട്ട്സ് ഒക്കെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കൺസ്യൂം ചെയ്യുള്ളൂ. ഇത് മറ്റുള്ള ബ്രാൻഡുകളിലൊക്കെ ഇപ്പൊ BLDC ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് നോർമൽ മോട്ടറിൽ BLDC ടെക്നോളജി അല്ലാതെ തന്നെ മോട്ടറിൽ ഇൻവെർട്ടർ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു മികച്ച ബ്രാൻഡാണ് നമുക്ക് ബോഷിന്റെ ചിമ്മിനികൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചിമ്മിനികളൊക്കെ എടുത്തു നോക്കി അറിയാൻ പറ്റും, നോർമൽ ബ്രാൻഡുകളൊക്കെ 1, 2, 3 സ്പീഡുകളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. പക്ഷെ നമുക്ക് ഇതിൽ അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ബോയിൽ, കുക്ക്, ഫ്രൈ അങ്ങനെ 3 രീതിയിലുള്ള ഫംഗ്ഷൻസും പിന്നെ നമുക്ക് മോഷൻ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ചിമ്മിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഏത് ടൈമിലാണ് ഇതിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതെന്നൊന്നും അറിയാറില്ല. പക്ഷെ ഇതിൽ നമുക്ക് ഓട്ടോ ക്ലീൻ, അലാറം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈമിൽ ഫിൽറ്റർ പ്രോപ്പറായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അത് മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ്. ഇനിയിപ്പോ ഈ ഒരു മാർക്കറ്റിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കെർവ് മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിന് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 19,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ മാർക്കറ്റിൽ ചിമ്മിന് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് ഫ്രീ ഇൻസ്റ്റലേഷൻ ആണ്. നിങ്ങളുടെ ഈ ഒരു ചിമ്മിനി നിങ്ങളുടെ വീട്ടിൽ സൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് തന്നെ വന്ന് വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരും. ഇതിന്റെ ആകെ ഒരു എക്സ്പെൻസ് വരാം ഇതിന്റെ ഒരു പൈപ്പിന്റെ ചാർജ് മാത്രമാണ്. ഇത് തന്നെ കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറി മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈപ്പും അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റലേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി സ്ട്രൈറ്റ് മോഡലാണെങ്കിലും സെയിം ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മോഡലും വരുന്നത്. പക്ഷേ സ്ട്രൈറ്റ് മോഡലിന് കെർവിനെ അപേക്ഷിച്ച് പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഇത് ഏകദേശം അതിന്റെ ഒരു 10,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് സ്ട്രൈറ്റ് മോഡലിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ കോമൺലി എനിക്ക് ചിമ്മിനികൾ ബോഷിനെ പറ്റി നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്. വാല്യൂ ഫോർ മണിയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് ഈ പറഞ്ഞ ബോഷിന്റെ 2 മോഡൽ ചിമ്മിനികൾ. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ തന്നെ ഹോബുകളെ പറ്റിയിട്ടാണ്. ഹോബുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ബ്രാസ്ഡ് ആയിട്ട് വരുന്ന ബർണറുകളാണ്. അതായത് ഇതിന്റെ ഈ ഒരു ബർണറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് സബാവ് ബർണർ എന്ന് പറയാം. അതായത് മുൻ കാലഘട്ടങ്ങളിലൊക്കെ ഹോബുകൾ ഇറങ്ങിയാറുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇത്തരത്തിലുള്ള സബാവ് ബർണർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഫുള്ളി ഗോൾഡ് ചെയ്തിട്ടുള്ള ഫിനിഷിംഗ് ആണ്. അതായത് ഫുള്ളി ബ്രാസ് ബർണർ ആണ് ഇതിന്റെ ബർണർ പോർഷൻ വരുന്നത്. മേലത്തെ മെറ്റീരിയൽ ആണ് അലോയ് വരുന്നത്. നമുക്ക് പല ബ്രാൻഡുകളിലും ഈ അടിയത്തെ മെറ്റീരിയൽ അലോയും മേലെ ആയിരിക്കും ബ്രാസ് വരാം. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടുക ഇത്തരത്തിലുള്ള മോഡലുകളായിരിക്കും. പിന്നെ ഇതിന്റെ തന്നെ മേലെ ഫുള്ളി ബ്രാസ് വരുന്ന മോഡൽസും അവർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുമ്പോഴാണ് ഇതിലൊരു വ്യത്യാസം വരുന്നത്. ഹൈ എക്സ്പെൻസീവ് ആണ് ഇതിന്റെ ഹോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഈ ഒരു മോഡൽ ഒരു 3 ബർണർ ഹോബിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 37,900 ഇതൊരു മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടി എക്സ്പെൻസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ഹോബ് സെഗ്മെന്റ് ആണ് ബോഷിന്റെ ഹോബുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് FFD വരുന്നുണ്ട്. മറ്റ് ബ്രാൻഡുകളൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. പാലൊക്കെ തിളച്ച് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബർണറിന് ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓഫ് ആവും. അതിനുള്ള സിസ്റ്റം നമ്മുടെ ബോഷിന്റെ ഹോബിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക് ഹോബാണ്. നമ്മൾ പ്ലഗ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഇഗ്നേറ്റ് വരുള്ളൂ. ബാറ്ററി ഇഗ്നേഷൻ അല്ല വരുന്നത് ബോഷിന്റെ മോഡലിലേക്ക് വരുമ്പോൾ. പിന്നെ അത്യാവശ്യം ഹോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ബർണർ പാറ്റേൺ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് തന്നെ കുറച്ചും കൂടി ലെങ്ത് കൂടിയ മോഡൽ 4 ബർണറുകളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നോബിലേക്ക് നോക്കുമ്പോൾ ഒരു നോർമൽ നോബ് ക്വാളിറ്റി ആണ് വരുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ള നോബ്സ് ഒന്നും എനിക്ക് ഇതിൽ തോന്നിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല തിക്നെസ് വരുന്ന ഗ്ലാസ് ആണ്.
ഇതിൽ ആകെ എടുത്ത് പറയാൻ പറ്റിയ രണ്ട് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ബർണറും സെക്കൻഡ് ഓഫ് ഓൾ ഇതിന്റെ ഗ്ലാസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബോഷിന്റെ ചിമ്മിനി ഹോബ് സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഹോബകം ചിമ്മിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് ധൈര്യമായിട്ട് സജഷൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ തന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് ബോഷ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയാൻ പറ്റും. നമുക്ക് ഇൻഡക്ഷൻ ടൈപ്പ്, അതായത് നിങ്ങൾക്ക് ഹോബിന് പകരം നിങ്ങൾക്ക് ഇൻഡക്ഷൻ മോഡലുള്ള ഹോബ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ള മോഡൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് നമുക്ക് ബിൽറ്റ് ഇൻ സെഗ്മെന്റ് റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഓവൻസ്, നമുക്ക് കുക്കിംഗ് റേഞ്ചസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വാറന്റി ആണ്. ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിമ്മിനുകളാണെങ്കിൽ 2 ഇയർ ആണ് ഫുൾ കവേർഡ് വാറന്റി വരുന്നത്. അതിന്റെ മോട്ടറിന് നമുക്ക് 10 വർഷത്തെ മോട്ടർ വാറന്റി വരുന്നുണ്ട് രണ്ട് മോഡൽസിനും. ഇനി ഹോബുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ഇയർ ആണ് ഫുൾ കവേർഡ് വാറന്റി വരുന്നത്. അതിന്റെ ബ്രാസ് ബർണറിലേക്ക് നോക്കുമ്പോൾ 5 ഇയർ ബ്രാസ് ബർണർ വാറന്റി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്റ്റൻഡ് വാറന്റി എടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സർവീസിന്റെ ത്രൂ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എടുക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതായിരിക്കും, കാരണം ഇതിന്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ബർണറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് സ്പെയിനാണ്, മെയ്ഡ് ഇൻ സ്പെയിനിൽ നിന്നാണ് ഈ ഒരു ബർണർ മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഹോബിനൊക്കെ ഇത്രയും പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇവരുടെ കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് 90 സീരീസുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതിന്റെ തന്നെ 60 സീരീസുകളും വരുന്നുണ്ട്. 90 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇത്തരത്തിലുള്ള കർവ്, ഇത്രയും ഡിസൈൻ, ഈ ഒരു ലെങ്തിനെയാണ് ശരിക്കും 90 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. കോമൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ 60, 75, 90 3 സീരീസുകളായിട്ടാണ് നമ്മുടെ ചിമ്മിനി ഹോബ് സെഗ്മെന്റ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത കൂടുതൽ സ്പേസ്, കൂടുതൽ 90 സ്പേസിലിട്ടാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് നമ്മുടെ ബിൽഡിംഗ് കിച്ചൺസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു സെഗ്മെന്റ് നിൽക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ഹോബുകളിലൊക്കെ സ്ലാബ്സീസ് ഒക്കെ എടുത്തു പോകുന്ന സമയത്താണെങ്കിലും ഒരു 90 തന്നെ സ്ലാബ്സീസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ അതിന്റെ 4 ബർണറിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഇത്രയും ഒരു സ്പേസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹോബുകൾ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ചിമ്മിന് വെക്കുന്ന പ്ലേസുകളൊക്കെ ജനല, സ്ലാബ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഇത് പ്ലേസ് ചെയ്യുക. കാരണം നമ്മൾ ചിമ്മിന് ഇടുമ്പോൾ ഇതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോവുക. പലരും ചിലപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാതിരിക്കാറുണ്ട് ചിമ്മിന് വെക്കുന്ന സമയത്ത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് സ്മെല്ല് പുറത്തേക്ക് തന്നെ കൊടുക്കണം. ചിലരപ്പോൾ കിച്ചണിനുള്ളിൽ കൂടെ ഒക്കെ ഒരുപാട് ലെങ്ത് ചെയ്തിട്ടൊക്കെ കൊടുക്കണം കിച്ചൺസ് ഒക്കെ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ചിമ്മിനി ഹോബുകൾ പർച്ചേസ് ചെയ്യുക. പിന്നെ ഹോബുകളിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ അളവ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് തന്നെ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രൊഡക്റ്റിന് കൂടുതലും വാറന്റിയുള്ള ഹോബുകൾ തന്നെ നിങ്ങൾ വാങ്ങി പർച്ചേസ് ചെയ്യുക. ഫുള്ളി ബ്രാസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസും കൂടി നോക്കിയിട്ട് തന്നെ പ്രൊഡക്റ്റുകൾ വാങ്ങുക. കാരണം ജസ്റ്റ് ഒരു ഷോക്ക് കൊണ്ടുവച്ചാൽ മാത്രം പോരാ, അതിന്റെ യൂസും കൂടി നിങ്ങൾ ചെയ്താൽ മാത്രമാണ് അതുകൊണ്ടുള്ള യൂസ്ഫുൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഹോബിയിൽ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഗ്യാസിന്റെ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഒക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമായിരിക്കും.